ഇങ്ങനെ പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ആരെങ്കിലും തലയ്ക്കൊന്ന് കൊടുത്തു കാണുമോ? എന്താടി ഉണ്ടക്കണ്ണി, നീ എന്നെ ഇങ്ങനെ നോക്കി ചിന്തിക്കുന്നേ? നോക്കി ചോര ഊറ്റാതെ പെണ്ണെ, നിന്റെ തന്നെയല്ലേ? പെട്ടെന്ന് തന്നെ അവനിൽ മറ്റെന്തോ ഭാവം നിറഞ്ഞു. നീ സംസാരിച്ചതെല്ലാം എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, പരിഭവം കൊണ്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ് പെണ്ണെ, എന്റെ ഭാഗത്തു നിന്ന് തെറ്റു പറ്റിപ്പോയില്ലേ? നിന്നോടെന്നല്ല, ഒരു പെണ്ണിനോട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ? കണ്ണു ചുരുക്കി കൊച്ചുകുട്ടികളെ പോലെ പറയുന്ന ജയെ അവൾ ആദ്യമായി കാണുന്ന അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. നീ ഇപ്പൊ കരുതുന്നുണ്ടാകും പെട്ടെന്ന് എന്താ ഒരു മാറ്റമെന്ന്. പെട്ടെന്നല്ലടാ, നമ്മൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയ അത് തിരുത്തി പോകുന്നതല്ലേ, അവിടെയല്ലേ ശരി? അവൾ അറിയാതെ മൂളിപ്പോയി. പൊറുക്കില്ല പൊന്ന? അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് അവൻ ആർദ്രമായി ചോദിച്ചു. അതിനവൾ കണ്ണു നിറച്ച് അവനെ നോക്കുക മാത്രം ചെയ്തു. അറിയാം പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ ഈ പരിഭവം ഒന്ന് കുറയ്ക്കാട്ടോ. ഒറ്റ കണ്ണിറക്കി ചെക്കൻ പറഞ്ഞു. വാ പൊളിച്ചു നിൽക്കുകയാണ് പെണ്ണ്. അവനൊന്ന് നിർത്തി. അവൾ അവനെ മിഴിച്ചു നോക്കുകയാണ്. നിനക്കൊരു സമ്മാനം വേണ്ടേ? ഇത്രയും പറഞ്ഞതല്ലേ? അവനിൽ പെട്ടെന്നെന്തോ ഒരു ഭാവം. അതെന്താണെന്ന് മനസ്സിലാകും മുമ്പേ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. പകുതി നിർത്തിവെച്ച ആ ചുണ്ടുകളിലേക്ക് ഒരിക്കൽ കൂടി ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചുണർത്തി. തീവ്രമായി ഒട്ടും ക്ഷമയില്ലാതെ അവൻ ആ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. വേദനിക്കും പോലെ ഒരു കൈ അവളുടെ മാറിൽ മുറുകി. മറ്റേ കൈ അവളുടെ ധാവണി വകഞ്ഞു മാറി പൊക്കൽ ചൊഴിക്ക് പുറത്തായി കളം വരച്ചു. പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി അവൻ വീണ്ടും ഫ്രിഡ്ജ് തുറന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് വീണ്ടും അവൾക്കടുത്തേക്ക് വന്നു. സ്ത്രീ അവനെ മിഴിച്ചു നോക്കി. പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ട് ചേർത്ത് കയ്യിലുള്ള ഐസ് ക്യൂബ് ദാവണി ഷാൾ മാറ്റി പൊക്കിൾ ചുഴിയിലേക്ക് അമർത്തിക്കൊണ്ട് അവിടെ വട്ടം വരച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്ന് ദിശ മാറി വീണ്ടും കഴുത്തിലേക്ക് കടന്നു. എന്നെ ഒന്നുകൂടി വിളിക്ക് പെണ്ണേ. നീ എന്താ വിളിച്ചേ? അത് ഒന്നുകൂടി വിളിക്ക് പൊന്നാ. അച്ചേട്ടാ. ഐസ് വയറിലൂടെ അലിഞ്ഞു ചേർന്നു. അവന്റെ വിരലുകൾ ഈ പ്രാവശ്യം പൊക്കൽ ചുരിയിൽ അമരുക തന്നെ ചെയ്തു. വേണ്ടേട്ടാ, വികാര ശബ്ദത്തോടെ അവൾ പുലമ്പി. ഇനി നീ എന്താ എന്നെ വിളിക്കുന്നേ? പറ പെണ്ണെ. അച്ചേട്ടാന്ന്. ഇനി എന്നെ കാണുമ്പോൾ പേടിച്ച് മാറി നിൽക്കുമോ? ഇല്ല. ഇപ്പൊ എന്നോട് ദേഷ്യമുണ്ടോ പെണ്ണെ? ഇല്ല. എന്നോടെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. എങ്ങനെയൊക്കെ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അത് ഇപ്പൊ ഇങ്ങനെ. അതെന്റെ ഭദ്രപ്പെണ്ണിന് പിന്നീട് പറഞ്ഞു തരാം. നിന്നോട് ഒരുപാട് പറയാനുണ്ട് പെണ്ണെ. പക്ഷെ നീ എന്നെ അകറ്റി നിർത്തരുത്, വെറുക്കരുത്. അത് മാത്രം പറ്റില്ലടാ. അവൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവൾ വെറുതെ ഒന്ന് തലയാട്ടി. ഗുഡ് ഗേൾ. അല്ല അമ്മു, എന്താ വിളിച്ചേ? അവൾ ചോദിച്ചു. എന്താ ഭദ്രേ? അമ്മു വന്ന് പോയതാ. തന്റെ അമ്മ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെ വിളിക്കാതിരിക്കും? തൽക്കാലം പെണ്ണ് മനസ്സിലാക്കണ്ട. അറിയാത്ത പോലെ നിൽക്കുന്നതാ ഇപ്പൊ നല്ലത്. അവൻ മനസ്സിലോർത്തു. അച്ചുവേട്ടാ, ഇപ്പം അമ്മു എന്നല്ലേ വിളിച്ചേ? അല്ലടാ, ഞാൻ ഭദ്ര എന്നാ വിളിച്ചേ. ആരേ അമ്മു? ഞാൻ അങ്ങനെ എന്തോ കേട്ട പോലെ തോന്നി, അതാ. അമ്മു എന്നല്ല, ഭദ്ര എന്നാ വിളിച്ചേ. എന്റെ ഓഫീസിലുണ്ട് ഒരു അമ്മയെന്ന് പറഞ്ഞ അമ്മു. അച്ചേട്ടാ. അവൾ ഒരു ശാസനോടെ അവനെ വിളിച്ചു. പെണ്ണിൽ കുശുമ്പ്. എന്തോ? എന്താടാ കുശുമ്പി പാറു? എനിക്ക് കുശുമ്പൊന്നുമില്ല, അവൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കവളിൽ അമർത്തി കടിച്ചു. അച്ചേട്ടാ. പെണ്ണ് ടെററായി. പിന്നെ ഇപ്പൊ ഒട്ടുമില്ല. കണ്ടതാണല്ലോ. അവളുടെ കവളിൽ ഒരു പിച്ച് കൊടുത്തു. അവൾ എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളും മറക്കുന്നത്. അവളുടെ മനസ്സിലൊന്നുമില്ല. അവൾ കാര്യം വെറുക്കാൻ പറ്റില്ല. കുറച്ച് സ്നേഹം കൊടുത്താൽ മതി, അതിന്റെ 1000 മടങ്ങ് തിരികെ തരും. പാവമാണ് എന്റെ പെണ്ണ്. ഞാൻ ഇത്രയൊക്കെ അവളോട് ചെയ്തിട്ടും അവൾക്ക് ദേഷ്യം ഇല്ല, പരിഭവം മാത്രമുള്ളൂ. അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി, വാത്സല്യം തോന്നി. ഭദ്രേ. അവൾ വിളി കേട്ടു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് മനസ്സിലായി എന്നോണം അവൾ ഒരു ഇളി അങ്ങ് പാസാക്കി. പോ പെണ്ണെ. അച്ചേട്ടാ,
ചെക്കൻ മുഖം ഒന്ന് തെളിഞ്ഞെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. അവൾ പിന്നെയും വിളിച്ചു, എന്താ ശ്രീ? ഒന്നുമില്ല. അവളുടെ മുഖം മാറിയതും, ദേ ഇതാണ് പെണ്ണെ എനിക്കിഷ്ടമല്ലാത്തത്. എന്ത് പറഞ്ഞാലും എന്തിനാടി നീ ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നത്? ഈ കണ്ണ് നിറയുന്നതാണ് എനിക്കിഷ്ടമല്ലാത്തത്. അച്ചോട്ടും പിണങ്ങിയില്ലേ? കൊച്ചുകുട്ടികളെ പോലെ എണ്ണിപ്പരക്കി പരാതി പറയുകയാണ് പെണ്ണ്. അവന് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. ഹരി വീട്ടിലെത്തിയത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്താ മോനെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? മാധവൻ ഒരാവലാതിയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല അച്ഛാ, അവൻ പറഞ്ഞു. പിന്നെ നാളത്തെ മീറ്റിംഗിന്റെ പ്രസന്റേഷൻ ഓക്കെ ആയോ? ഈ പ്രാവശ്യമെങ്കിലും അയോധ്യ ഗ്രൂപ്പ് കൊണ്ടുപോകാതെ നോക്കണം. എല്ലാം ഓക്കെയാണ് അച്ഛാ. ഹരി നീ വളരെ ശ്രദ്ധിക്കണം. ഈ ടെൻഡർ നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്, അത് മിസ്സാക്കരുത്. തീർച്ചയായും അച്ഛാ. നീ പോയി എന്നാ ഫ്രഷ് ആയിട്ട് വാ. ശരി അച്ഛാ. ഹരിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. നോക്കാം, അവൻ പറയട്ടെ. അയാൾ ആലോചനയോടെ നിന്നു. ഹരി ഫ്രഷായി വന്നപ്പോ തന്റെ ബെഡിലായിരിക്കുന്ന ജിത്തിനെ ഒന്ന് നോക്കി. എന്താടാ നീ എന്താ വന്നേ? ഹരി ജിത്തിനോട് ചോദിച്ചു. എന്താ ഏട്ടാ, വന്ന് കേറിയപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ എന്റെ ഏട്ടന് പറ്റിയേ? ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. എന്താ ഏട്ടാ? അത് മോനെ, ഞാൻ ഇന്ന് അവളെ കണ്ടിരുന്നു, ഹരി പറഞ്ഞു. ആരെ കണ്ടെന്നായിട്ടാ? ഒന്ന് മനസ്സിലാകുന്ന പോലെ പറ. ഡാ ഞാൻ ശ്രീയെ കണ്ടുവെന്ന്. വാട്ട്? നമുക്ക് ശ്രീയുടെ ഫാമിലി ഒന്നുകൂടെ പരിചയപ്പെടാം. ഭദ്രയ്ക്ക് 3 സഹോദരന്മാരാണുള്ളത്. ശ്രീഹരി എന്ന ഹരിയാണ് അവളുടെ വലിയേട്ടൻ. ശ്രീജിത്ത് എന്ന ജിത്ത് അവളുടെ 2ാമത്തെ ഏട്ടനാണ്. 3ാമത്തെ ആളാണ് ശ്രീനാഥ്. ഹരി മംഗലത്ത് ഗ്രൂപ്പിന്റെ MD ആണ്. ജിത്ത് പിന്നെ പഠിത്തമെല്ലാം കഴിഞ്ഞ് കറങ്ങി നടക്കുകയാണ്. പെണ്ണാണ് അവന്റെ വീക്ക്നെസ്. പിന്നെ ശ്രീനാഥ് പഠിത്തമായി ഡൽഹിയിലാണ്. ഏട്ടനിപ്പ എന്താ പറഞ്ഞേ? അവളെ കണ്ടെന്നോ? ജിത്ത് തന്റെ മുഖത്തെ വിയർപ്പ് അമർത്തി തുടച്ചുകൊണ്ട് ഒരു ടെൻഷനോട് ചോദിച്ചു. എന്താടാ, എന്തിനാ നീ പെട്ടെന്ന് ടെൻഷനായത്? ഒന്നുമില്ല ഏട്ടാ. അവളെ എവിടെ വെച്ചാ കണ്ടത്? ജിത്ത് ചോദിച്ചു. ഡേവിഡ് ജോൺ പാലക്കൽ. ചേട്ടാ, അത് പിന്നെ ആ ആഞ്ജനയുടെ PA അല്ലേ? അതെ ജിത്ത്, അവന്റെ കൂടെയാണ് ഇപ്പൊ അവള് പൊറുക്കുന്നേ. അത് അധികകാലം വാഴില്ല. ഈ ജിത്ത് ഒന്നിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. അതിൽ ആരെങ്കിലും തടസ്സം നിന്നാൽ അതിനെ മറികടന്നു പോകാൻ ഉള്ള ധൈര്യം ഈ ജിത്തിനുണ്ട്. ഒരു പ്രായം മുതൽ ഞാൻ കൊതിച്ചതവളെ. ഒരു പ്രാവശ്യം എനിക്ക് ആ പഴുത്ത മാമ്പഴത്തെ ഒന്ന് രുചിച്ചു നോക്കണം. ജിത്ത് ജിത്ത് ഡാ. അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്ന് ഞെട്ടി ഹരിയെ നോക്കി. എന്താ ഏട്ടാ, നീ ഈ ലോകത്തൊന്നും അല്ലേടാ? ഞാൻ അവളുടെ കാര്യം ഓർത്തതായേട്ടാ. എങ്ങനെ കഴിയേണ്ട പെണ്ണായിരുന്നു. നമ്മളെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചില്ലല്ലോ. ആ പോട്ടെടാ, നീ ഒന്നും അച്ഛനോട് പറയാൻ നിൽക്കണ്ട. ഇല്ലേട്ടാ. ഏട്ടാ, ഞാൻ എന്നാ മുറിയിൽ പോകുവാണേ. അത് പറഞ്ഞ് ജിത്ത് മുറിയിലേക്ക് പോയി. ഹലോ അരവിന്ദ്. ജിത്ത് അവന്റെ ഫ്രണ്ടായ അരവിന്ദിനെ വിളിച്ചു. പറ ജിത്ത്. ഡാ, ആ പന്നമോളെ കുറിച്ച് ഇന്ന് അറിയാൻ കഴിഞ്ഞു. അവൻ ആ ഡെവിന്റെ കൂടെയാണ് അവൾ ഇപ്പോന്ന് ജിത്ത് പറഞ്ഞു. ഡാ, ആ അയോധ്യ ഗ്രൂപ്പ്സ് ആഞ്ജനയുടെ PA അല്ലേടാ അവൻ? അതെ അരവിന്ദ്, ജിത്ത് പറഞ്ഞു. ഏയ് വേണ്ട ജിത്ത്, ഇനി അവളുടെ പിറകെ പോവണ്ട. അത് നമുക്ക് ശരിയാകില്ല, അരവിന്ദ് പറഞ്ഞു. പന്നമോനെ, ഈ ജിത്ത് ഒരു പ്രായം മുതൽ കൊതിച്ചതാണ് അവളെ. ഒരു സഹോദരിയായിട്ടല്ല, അന്ന് മുതൽ ഒരു രാത്രിക്കായി കൊതിച്ചതാ ഈ ജിത്ത്. അപ്പൊ അവന്റെ ഒരു ഡേവിഡ്. ജിത്ത് ദേഷ്യത്തോട് അലറി. ഹേയ് ഡാ, നീ ടെൻഷനാകാൻ പറഞ്ഞതല്ല. മച്ച നിന്നെ പോലെ ഞങ്ങളും ആഗ്രഹിച്ചതല്ലേടാ. പക്ഷെ ഡേവിഡ്, അവൻ. അരവിന്ദ് ഒന്ന് നിർത്തി. നിനക്ക് എന്റെ കൂടെ നിൽക്കാമെങ്കിൽ മാത്രം നിന്നാ മതി, ദേഷ്യത്തോടെ ജിത്ത് പറഞ്ഞു. ഞങ്ങൾ കൂടെ ഉണ്ടാകും മച്ച. എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചല്ലേ. പിന്നെ എത്ര എണ്ണത്തിനെയാ നമ്മൾ അറിഞ്ഞത്? അരവിന്ദ് ഒരു വഷളച്ചിരിയോടെ പറഞ്ഞു. ജിത്ത് അമർത്തി മൂളി. ഡാ, ഇനി എന്താ നിന്റെ പ്ലാൻ? എങ്ങനെ അവളെ പൊക്കും അവിടെന്ന്? അതൊക്കെ പറയാമിടാളിയ. നീ ബാക്കിയുള്ളവന്മാരോട് ഒന്ന് പറഞ്ഞേക്ക്, ഇനി അവളെ അന്വേഷിക്കേണ്ടാന്ന്. ജിത്ത്, നിനക്ക് അവളെ കാണണ്ടേടാ. പിന്നെ വേണ്ടേ അരവിന്ദ്? ഇപ്പൊ കുറച്ച് മിനിങ്ങി കാണും. ദേവിയല്ലേ, അങ്ങനെ വെറുതെ വിടില്ലല്ലോ, അരവിന്ദ് ചോദിച്ചു. അതല്ലേ കുറച്ചുകൂടി നല്ലത്. അവന്റെ എച്ചിലായാലും അതൊരു സുഖമല്ലേ അരവിന്ദ്? എനിക്ക് അവളെ ഒന്ന് അറിഞ്ഞാ മതിയടാ.
പിന്നെ അവൾ ആരുടെ കൂടെ പോയാൽ എനിക്കെന്ത്? ജിത്ത് ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഭദ്രപ്പെണ്ണെ, ഇന്നെന്തടി കഴിക്കാനുണ്ടാക്കിയത്? ജയ് കുറുമ്പോടെ ചോദിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയും. ഓഹോ, ഡേവിഡ് ഫേവറേറ്റ് ആണല്ലോ. അതെ, ചാച്ചന് വലിയ ഇഷ്ടാണല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാ. ഏട്ടൻ കഴിച്ചോ? കൊള്ളാമല്ലോടി ഭാര്യ, ഭർത്താവ് വന്നിട്ട് ഇത്രയും സമയമായി, ഇപ്പോഴാണ് ചോദിച്ചേ? അത് പിന്നെ ഞാൻ ഓർത്തില്ല, അവളൊരു ചമ്മലോടെ പറഞ്ഞു. പിന്നെന്താണ് ഓർത്തത്? അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കിക്കൊണ്ട് ജയ് ചോദിച്ചു. അയ്യോ അച്ചോട്ട വിട്ടേ, എനിക്ക് തല കറങ്ങും കേട്ടോ. അമ്മ പേടിയാകുന്നു. അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇപ്പൊ കരയുമെന്നായി ശ്രീ. ഡീ പെണ്ണെ, അവൻ കപടദേശത്തോടെ വിളിച്ച് അവളെ താഴെ ഇറക്കി. അവൾ ശ്വാസം ആഞ്ഞു വലിച്ച് അവനെ കൂർപ്പിച്ചു നോക്കി. ഹേയ് പെണ്ണെ, ഈ കട്ടിച്ചുണ്ട് എങ്ങനെ കൂർപ്പിച്ച് വെക്കാതെടി. നിന്റെ അച്ഛന് തീരെ കൺട്രോൾ അല്ല കേട്ടോ. പോടവട്ടി, അവൾ അവനെ വിളിച്ചു. എന്താടി വിളിച്ചേ? അവനെ പിടിക്കാനായി അവൻ ഓടി. അവൾ ഓടി നേരെ ഹാളിലെത്തി ആരുടെ നെഞ്ചിൽ തട്ടി നിന്നു. മുഖമുയർത്തി നോക്കിയ പെണ്ണ് ആകെ ഞെട്ടി വിറച്ചുപോയി.